ഹലോ മക്കളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമായിട്ടുള്ള കാവ്യകലയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗമാണ് പരിശോധിക്കുന്നത്. നിങ്ങൾക്ക് കുറെയൊക്കെ കൺഫ്യൂഷൻ ഉള്ള ഒരു പാഠം കൂടിയായിരിക്കും കാവ്യകലയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ. എന്നാൽ നല്ല രസകരമായിട്ടുള്ള നല്ലൊരു പാഠാണ് കാവ്യകലയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ. പേര് പോലെ തന്നെ കാവ്യം അല്ലെ, കവിത എന്താവണമെന്നും ഒരു കവിത ആസ്വാദകൻ എങ്ങനെയുള്ളവരായി തീരണം എന്നും ഒക്കെയാണ് ഈ ഒരു ലേഖനത്തില് അല്ലെങ്കിൽ ഈ നിരൂപണത്തില് നമ്മുടെ എം.എൻ. വിജയൻ പറഞ്ഞു വെക്കുന്നത്. അപ്പം മലയാളത്തിലെ പ്രമുഖ മനോവിജ്ഞാനീയ നിരൂപകനും പ്രഭാഷകനുമാണ് ശ്രീ എം.എൻ. വിജയൻ. മനഃശാസ്ത്രം, തത്വശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം എന്നീ സാഹിത്യ നിരൂപണങ്ങളിലും സാമൂഹിക വിമർശനത്തിലും പ്രയോഗിച്ച ആളാണ്. നിരൂപണത്തിൽ പുതിയൊരു അപഗ്രഥന രീതി അദ്ദേഹം സൃഷ്ടിച്ചു. ചിതയിലെ വെളിച്ചം, ശീർഷാസനം, വാക്കും മനസ്സും തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതൊക്കെ ഒന്ന് നമ്മൾ ഓർത്തു വെക്കണം. അപ്പം കവിതാ നിരൂപണത്തെക്കുറിച്ചും പാരായണത്തെക്കുറിച്ചുള്ള പഴയ ധാരണകൾ പൊളിച്ചെഴുതുന്ന ലേഖനമാണ് നമ്മുടെ കാവ്യകലയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മാറിയ കാലത്ത് കവിതകൾ വായിക്കേണ്ടത് പുതിയ ഉൾക്കാഴ്ചയോടെയാണെന്ന് ലേഖകൻ പറയുന്നു. കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദങ്ങളും സന്ദർഭങ്ങളും അതത് കാലത്തെ സാമൂഹിക അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കവിതയിലെ പദങ്ങള്, പ്രയോഗങ്ങള് ഇതൊക്കെ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചിട്ടുള്ള ഒന്നാണ് എന്നാണ് പ്രധാനമായിട്ടും ഈ ഒരു ലേഖനത്തിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആദ്യം തന്നെ ആ ഒരു നിരൂപണം തുടങ്ങുന്നത് എന്താണ്? പദങ്ങളുടെ നൃത്തമല്ല കവിത, അത് അർത്ഥങ്ങളുടെ നൃത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതെങ്കിലും പദങ്ങളെ കൂട്ടിയോജിപ്പിച്ചാൽ ഒരിക്കലും അത് കവിതയായിട്ട് മാറില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കവികളാണ്, നമുക്ക് ഇഷ്ടം മാതിരി പദങ്ങൾ അറിയാം. അപ്പൊ പദങ്ങളെല്ലാം യോജിപ്പിച്ചാൽ നമുക്ക് ഒരു കവിതയാക്കാൻ പറ്റില്ല. മറിച്ച് അർത്ഥവും അതിനുള്ളിലെ അർത്ഥവും ഉള്ളതാണ് കവിത എന്ന് പറയുന്നത്. പദങ്ങളുടെ നൃത്തമാണ് കവിത. അർത്ഥഗർഭമായി വാക്കുകൾ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ്. അർത്ഥഗർഭമായി വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നതാണ് കവിത. പറയാനുള്ളത് നേരെ ചൊവ്വെ പറയുന്നത് കവിതയാകില്ല. ഒന്നിലധികം അർത്ഥം ഒളിച്ചു വെക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത് അത്ഭുതകരമായി വിന്യസിക്കുന്നതാണ് ഉത്തമ കവിത. അപ്പൊ ഉത്തമ കവിത എന്ന് പറയുന്നത് പറയാനുള്ളത് നേരെ ചൊവ്വെ പറയുകയല്ല ചെയ്യുന്നത്, വളച്ചു കെട്ടി പറയുന്നതിലാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത്. ഇപ്പൊ മഴ പെയ്ത് അതില് പുതിയ ചെടികള്, പുതിയ നാമ്പുകള് ഉണ്ടായി എന്ന് നമ്മൾ പറയും. പക്ഷെ എന്താണ് നമ്മുടെ റഫീഖ് അഹമ്മദ് എന്ന് പറഞ്ഞ കവി എഴുതി, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന് പറയുമ്പോൾ വേറെയും അർത്ഥതലങ്ങൾ കൂടി അവിടെ കടന്നു വരുന്നുണ്ട്. നമ്മുടെ പാഠഭാഗത്ത് സഹ്യന്റെ മകൻ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിലുള്ള വരിയാണ് കൊടുത്തത് അല്ലെ. പറയുന്നത് കവിത നേരെ ചൊവ്വെ പറയുന്നതല്ല, മറിച്ച് അർത്ഥഗർഭമായി പറയുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് കൊടുത്തത് വൈലോപ്പിള്ളിയുടെ സഹ്യന്റെ മകനാണ്. അതില് ആനയ്ക്ക് മദം പൊട്ടി എന്ന് പറയേണ്ട സ്ഥലത്ത് വൈലോപ്പിള്ളി പറഞ്ഞത് പൊത്തിടം പേരുദേവൻ പെരുമാറുമാ പെരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ എന്നാണ്. അപ്പം ആനയെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ദേവന്റെ വിഗ്രഹം എഴുന്നള്ളിക്കുന്ന ആ മസ്തകത്തില് എന്താണ്? പിശാചുക്കൾ മന്ത്രിച്ചു എന്നാ പറയുന്നത്. ആനയ്ക്ക് മദം പൊട്ടി എന്ന് പ്രത്യക്ഷത്തെ പറയാതെ പരോക്ഷമായിട്ട് പറഞ്ഞു വെക്കുകയാണ് അല്ലെ എന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ലേഖകൻ തന്റെ വാദങ്ങളെ സാധൂകരിക്കുന്നു. കേറ്റി എഴുന്നള്ളിച്ച ആനയുടെ മദം പൊട്ടി എന്ന ആശയം പ്രകാശിപ്പിക്കാൻ കവി സ്വീകരിച്ചിരിക്കുന്ന പദങ്ങളെ വിശകലനം ചെയ്യാം. ദേവൻ പെരുമാറുന്ന മസ്തകം ഫ്രോയിഡിന്റെ സൂപ്പർ ഈഗോയെ ഓർമ്മിപ്പിക്കുന്നു. കാതിൽ പിശാചുക്കൾ മന്ത്രിക്കുന്നത് ഉൽപ്പത്തി കഥയിലെ സങ്കല്പത്തെയും കൊണ്ടുവരുന്നു. ഇങ്ങനെ മനഃശാസ്ത്രപരവും പൗരാണികവുമായ മാനങ്ങൾ ഒരുമിച്ച് ചേരുന്നുണ്ട് ഈ സഖ്യന്റെ മകൻ എന്ന് പറയുന്നത്. ഫ്രോയിഡിന്റെ ഏതാണ്? സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ അല്ലെ, മനസ്സിനെ നമ്മൾ മൂന്നാക്കി തിരിക്കും. ഈഗോ, ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള ഒരു തലാണ്. ഉള്ളിൽ കുറെ ആഗ്രഹങ്ങൾ അടക്കി പിടിച്ചുകൊണ്ട് പുറമെ മാന്യനായിട്ട് നിൽക്കുക, അതിനെയാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പം ആധുനിക മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ ആ മൃഗം എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ ആനയെ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ലളിതമായ പദങ്ങൾ പ്രാസവും വൃത്തവും ഒപ്പിച്ച് നിരത്തുന്നതായിരുന്നു പഴയ കവിതകൾ. വികസിതമായ വിജ്ഞാനവും അനുഭൂതി മണ്ഡലവും കവിതകളെ സങ്കീർണമാക്കിയിരിക്കുന്നു. കാവ്യങ്ങളുടെ ആവിഷ്കാരത്തിലും ആസ്വാദനത്തിലും നവീനത കൈവന്നിരിക്കുന്നു. ആ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്.
അതിന്റെ മുന്നേ ഒന്നുകൂടി പറയുന്നുണ്ട് കാവ്യ ആസ്വാദനത്തെ കുറിച്ചിട്ട്. രണ്ടു തരത്തിലുള്ള കാവ്യ ആസ്വാദനത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിലൊരു പ്രയോഗം ഇല്ലേ, പുസ്തകം തിന്നുന്നവൻ പുസ്തകപ്പുഴുവാവും എന്നാൽ മണ്ണ് തിന്നുന്നവൻ ഞാഞ്ഞൂലാവും. നമ്മുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അത് രണ്ടു തരം വായനയെ കുറിച്ചാണ് പറയുന്നത്. കേവല വായനയെ കുറിച്ചും സമൂഹ വായനയെ കുറിച്ചും. പുസ്തകം തിന്നുന്നവൻ പുസ്തകപ്പുഴുവാവുന്നു. അപ്പൊ പുസ്തകപ്പുഴു എന്ന് പറയുന്നത് പുസ്തകത്തെ തിന്ന് നശിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ് നമ്മുടെ കേവലമായ വായന, പുറത്തുകൂടിയുള്ള വായനയെ ആണ് നമ്മൾ കേവല വായന എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പുസ്തകപ്പുഴുക്കളെ പോലെ തന്നെയാണ്, വലിയ ഉപകാരമൊന്നും സമൂഹത്തിന് ഉണ്ടാവുന്നില്ല. എന്നാല് ഞാഞ്ഞൂല്, മണ്ണ് തിന്നുന്നവൻ ഞാഞ്ഞൂലായിത്തീരുന്നു. ഞാഞ്ഞൂല്, മണ്ണ് തിന്നുന്ന ഞാഞ്ഞൂല് പുറന്തള്ളുന്ന അവശിഷ്ടങ്ങൾ പോലും എന്താണ്, അത്രയ്ക്ക് ഫലഭൂഷ്ടമായിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ സമൂഹ വായന എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കാവ്യം വായിക്കേണ്ടത് സമൂഹത്തിന്റെ പല മട്ടില് കാണുകയും അല്ലെങ്കിൽ മറ്റു വിജ്ഞാന ശാഖകളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചിട്ടാണ് ഒരു കവിത അല്ലെങ്കിൽ എന്തു വായിക്കേണ്ടത്. അപ്പൊ കേവല വായന, സമൂഹ വായന, ഇത് രണ്ടുമാണ് പുസ്തകപ്പുഴു കൊണ്ടും ഞാഞ്ഞൂല് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് അവ്യവസ്ഥിതത്തെ കുറിച്ചാണ്. അവ്യവസ്ഥിതം കവിതയുടെ ഏറ്റവും നല്ല ഗുണമായി വിലയിരുത്തപ്പെടുന്നു. അർത്ഥമുള്ളതല്ല, അതിനപ്പുറമുള്ളതാണ് കവിത. അങ്ങനെയാണ് എം.എൻ. വിജയൻ പറയും. വാക്കുകൾ അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കണം. പേന, തൂലിക എന്നീ പദങ്ങൾ ഉദാഹരിച്ച് അവ്യവസ്ഥിതത്വം വ്യക്തമാക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. പേന എഴുതാനുള്ള ഉപകരണം മാത്രമേ ആകുന്നുള്ളൂ. അതിൽ കവിഞ്ഞ് ആശയമൊന്നും ആ പദം ഉണ്ടാക്കുന്നില്ല. എന്നാൽ തൂലിക എന്ന വാക്ക് തൂവലിനെ ഓർമ്മിപ്പിക്കുന്നു. അതിരുന്ന പക്ഷി, പറിച്ചെടുക്കുമ്പോഴുണ്ടായ വേദന എന്നിങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ നിഷ്പാദിപ്പിക്കുന്നു. തൂവലിലൂടെ വിരിയുന്നത് ജീവരക്തം തന്നെയാണ്. പിന്നെ കവികൾ സ്വീകരിക്കുന്ന പദങ്ങൾ, പ്രയോഗിക്കുന്ന ബിംബങ്ങൾ എന്നിവയുടെ അർത്ഥം നിർണയിക്കുന്നത് അതത് കാലത്തെ ചരിത്ര സംഭവങ്ങളാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാല് കല്യാണ സൗഗന്ധികം തുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ വാഴപ്പഴങ്ങളെ വൈഡൂര്യവും ഗോമേതകവുമായി ഒക്കെ കൽപ്പിക്കുന്നു അല്ലെ. പച്ചക്കദളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു ചേർത്തുള്ള മാലകൾ കൊണ്ട് വിധാനിച്ച ദിക്കുന്ന മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസന നിൽക്കുന്ന വാഴകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങിത്തത എന്നാണ് കല്യാണ സൗഗന്ധികത്തിലെ കുഞ്ചൻ നമ്പ്യാര് എഴുതുന്നത്. അവിടെ വാഴപ്പഴങ്ങളെ എന്തൊക്കെയാണ്, വൈഡൂര്യവും ഗോമേതകവും ഒക്കെ ആയിട്ടാണ് കൽപ്പിക്കുന്നത്. എന്നാല് ചങ്ങമ്പുഴയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ചങ്ങമ്പുഴയ്ക്ക് അങ്ങനെ സങ്കല്പിക്കാനാവില്ല. കാരണം ചങ്ങമ്പുഴ ജീവിച്ചത് ഇവിടെ ജന്മിത്ത വ്യവസ്ഥ നിലനിന്ന കാലഘട്ടത്തിലാണ്. അവിടെ അദ്ദേഹത്തിന് എന്താണ്, അത് വൈഡൂര്യവും ഗോമേതകവും ആയിട്ട് മാറുന്നില്ല. മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ ജന്മികുടിയാൻ ബന്ധത്തിലെ അനീതിയുടെ വേദനയാണ് വാഴക്കുല അദ്ദേഹത്തിന് നൽകിയത്. മലയപ്പുലയന മാടത്തിൻ മറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു അല്ലെ. ആ ഒരു വാഴ അവിടെ എന്താണ്, പ്രതീക്ഷയുടെ ചിഹ്നമായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ ജന്മികുടിയാൻ ബന്ധത്തിലെ അനീതിയുടെ വേദനയാണ് വാഴക്കുല അദ്ദേഹത്തിന് നൽകിയത്. അപ്പം മാടത്തിൽ നട്ട വാഴ കൊലയ്ക്കുന്നതും കാത്തിട്ട് പിന്നെ കുടിയാന്മാര് കാത്തിരുന്നു. പക്ഷെ എന്താണ്, അത് കൊലച്ച് നല്ല പഴമായി വന്നപ്പോ ജന്മി വന്നിട്ട് അങ്ങ് വെട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലെ. മേഘത്തെ കാളിദാസൻ കാമുകന്റെ സന്ദേശവാഹകനായി കൽപ്പിക്കുന്നു. നമ്മുടെ മേഘസന്ദേശത്തില് കാളിദാസൻ മേഘത്തെ സന്ദേശവാഹകനായിട്ടാണ് കൽപ്പിക്കുന്നത്. എന്നാൽ വള്ളത്തോള് ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങളിലുള്ള സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിലാണ്. ആ ഒരു സമയത്ത് വള്ളത്തോളാകട്ടെ നൂൽ നൂൽക്കുന്നതിനുള്ള പരുത്തിയായിട്ടാണ് കാണുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള പഞ്ഞി അല്ലെ, പരുത്തി, ഖാദി വസ്ത്രം, അത് ഉണ്ടാക്കാൻ പഞ്ഞി വേണം. ആ പഞ്ഞി ആയിട്ടാണ് മേഘത്തെ വള്ളത്തോള് നോക്കിക്കാണുന്നത്. കവികൾ സ്വീകരിക്കുന്ന പദങ്ങളുടെ അർത്ഥം നിർണയിക്കുന്നത് അതത് കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യം കൂടിയാണ്. കാർമേഘം ഉത്തരേന്ത്യയിൽ അനുരാഗമുണർത്തുന്നു. വർഷത്തിൽ 4-5 മാസം മഴയുള്ള കേരളത്തിൽ കാർമേഘം കാണുമ്പോഴെല്ലാം അനുരാഗം തോന്നിയാൽ മറ്റൊന്നിനും നേരം കാണുന്നില്ല. എല്ലാവരും ഒരേപോലെ കാണാത്തതാണ് കവികൾ തിരഞ്ഞെടുക്കുന്ന സിംബലുകൾ എന്ന് പറയുന്നത്. ഓരോ കവിയും തന്നിഷ്ടം പോലെ പുതിയ ലോകങ്ങൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കും. അനുഭവങ്ങളുടെ നവനവങ്ങളായ പുതുലോകങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് മഹാകവികൾ എന്ന് എം.എൻ. വിജയൻ സൂചിപ്പിക്കുന്നു.
അപ്പൊ ഇത്രയും ആശയങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് കാവ്യകലയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ പറയാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ അവ്യവസ്ഥിതത്തെ കുറിച്ചിട്ട് പറയുന്നതാണ്. അതിനെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് വാഴക്കുലയെ ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ വാഴക്കുലയെയും ചങ്ങമ്പുഴയുടെ വാഴക്കുലയെയും എടുത്ത് നോക്കുന്നുണ്ട്. മേഘത്തെ കുറിച്ചിട്ട് കാളിദാസന്റെ മേഘത്തെക്കുറിച്ചും വള്ളത്തോളിന്റെ മേഘത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജിയുടെ അന്വേഷണം എന്ന് പറയുന്ന കവിതയിലെ കാറ്റിനെ കുറിച്ചും മാമ്പഴത്തിലെ കാറ്റിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ട് ചോദ്യം വരാം.